പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർ സ്പെസിഫിക് ഇൻ്ററാക്ഷൻസുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ടും അതുമാത്രമല്ല പ്രെഡേഷനെക്കുറിച്ച്, ഇരപിടിക്കലിനെക്കുറിച്ച് വളരെ വിശദമായി, കുറേയേറെ വിശദമായി ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനവും നൽകിയിരുന്നു. ഈ പ്രെഡേഷനുമായി ബന്ധപ്പെട്ട, ഇരപിടിക്കലുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ഇതുമായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. സോ ടുഡേ വി ഹാവ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ഇൻ്റർ സ്പെസിഫിക് ഇൻ്ററാക്ഷൻ, കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്രയോ കോമ്പറ്റീഷൻ കണ്ടുള്ളതാണ്. മത്സരം. ഇത് ബയോളജിക്കൽ കോമ്പറ്റീഷൻ. You might be well aware of Darwin's theory of struggle for existence and the survival of the fittest in nature. പേടിക്കണ്ട. ഡാർവിൻ്റെ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്, തിയറി ഓഫ് എവല്യൂഷൻ, അതുപോലെ തിയറി ഓഫ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, ആൻഡ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഇൻ നേച്ചർ. പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ അവ നിലനിൽക്കും, ബാക്കിയുള്ളവ ഇല്ലാതാവും. അദ്ദേഹം പറഞ്ഞത്, he argued that, he considered that, he opined that, അദ്ദേഹം പറഞ്ഞതാണ്, he argued that interspecific competition is a potent force in organic evolution. ഇൻ്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു പൊട്ടൻ ഫോഴ്സാണ്. എന്തിൽ? ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്, ഒരു ഫോഴ്സാണ്. ഏത്? ഇൻ ഓർഗാനിക് എവല്യൂഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡാർവിൻ എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു മഹാപ്രതിഭയായിരുന്നു ഡാർവിൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇൻ്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ ഇസ് എ പൊട്ടൻ ഫോഴ്സ് ഇൻ ഓർഗാനിക് എവല്യൂഷൻ. സോ റിമെമ്പർ, ഇനി ഓർക്കേണ്ടത്, കോമ്പറ്റീഷൻ ഒക്കേഴ്സ്. എപ്പോഴാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്, സംഭവിക്കുന്നത്? കോമ്പറ്റീഷൻ ഒക്കേഴ്സ് വെൻ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ് ദാറ്റ് ആർ ലിമിറ്റിംഗ്. വളരെയധികം ബന്ധമുള്ള ജീവികൾ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ്, ഒരേ വിഭവങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നു. At the same time, what happens? The resources are limiting also. The resources are limiting. വിഭവങ്ങൾ വളരെ കുറവാണ്. രണ്ടുപേരുണ്ട്, എക്സ് ആൻഡ് വൈ. എക്സും ഉണ്ട്, വൈയും ഉണ്ട്. രണ്ടുപേരും ഒരേ ജീവികളാണ്. രണ്ടുപേർക്കും ആവശ്യം ഒരേ റിസോഴ്സാണ്, ഒരേ ഫുഡാണ്, ഒരേ ഷെൽട്ടറാണ്. അത് ലിമിറ്റിംഗ് ആണ്, വളരെ കുറവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ competition occurs when closely related species compete for the same resource that are limiting. എന്നാൽ it is not true entirely. പൂർണ്ണമായിട്ടും ഇത് ശരിയല്ല. എന്താ കാര്യം? Firstly, totally unrelated species also compete for the same resources. എന്താ? Totally unrelated species also compete for the same resources. Unrelated ആയിട്ടുള്ള, വിവിധങ്ങളായിട്ടുള്ള ഡിഫറെൻറ്റ് സ്പീഷീസ് ഓൾസോ കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ്. പിന്നെയോ, സെക്കൻഡ്ലി, റിസോഴ്സസ് നീഡ് നോട്ട് ബി ലിമിറ്റിംഗ് ഫോർ കോമ്പറ്റീഷൻ ടു ഒക്കർ.
resources need not be limiting for competition to occur, as in interference competition. As in interference competition. എന്താണ് ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ? വളരെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടേമാണ് ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ. ശ്രദ്ധിക്കുക, the feeding efficiency of one species might be reduced to the interfering and inhibitory presence of other species even if resources are plenty. The feeding efficiency of one species, ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി might be reduced due to the interfering and inhibitory. വേറൊരു സ്പീഷീസ് അതിനെ തടസ്സപ്പെടുത്തുകയോ തടയുകയോ ചെയ്യുമ്പോൾ റിസോഴ്സസ് ധാരാളമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ വേറൊരു സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിനെ തടയുകയാണെങ്കിൽ തോന്നുന്നു ഒരാളുടെ ഫീഡിംഗ് എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. മനസ്സിലായല്ലോ? ധാരാളം റിസോഴ്സസ് ഉണ്ട്, ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി കുറയും. എങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ അതുപോലത്തെ ഒരു സ്പീഷീസ് ഇതിനെന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്താൽ. കോമ്പറ്റീഷൻ ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഇൻ വിച്ച് the fitness of one species is significantly lower in the presence of other species. Once again, competition is best defined as a process in which the fitness of one species is significantly lower in the presence of other species. ഒരു ജീവിയുടെ ഫിറ്റ്നസ് മറ്റൊരു ജീവിയുടെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താണ് കോമ്പറ്റീഷനെ നിർവചിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശാന്തമായി ഒന്നാലോചിച്ച് നോക്കുക. നിസ്സാരമായ കാര്യങ്ങളാണ്, ഒന്നോർത്ത് നോക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, when the resources are limited, വിഭവങ്ങൾ ലിമിറ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് വിൽ ഗ്രാജുവലി എലിമിനേറ്റ് അതർ സ്പീഷീസ്. അല്ലേ? കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള ശക്തിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഗ്രാജുവലായിട്ട് ശക്തി കുറഞ്ഞവനെ എന്ത് ചെയ്യും? ഇല്ലാതാക്കും. ബട്ട് this type of competitive exclusion is not always occurring in nature. So another term, competitive exclusion, ഒഴിവാക്കൽ, is not always occurring in nature. It can be seen only in some cases. അപ്പോൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ നിരന്തരം പ്രകൃതിയിൽ നടക്കുന്നില്ല. ചില കേസുകളിൽ നടക്കുന്നുണ്ട്, ചില സമയത്ത് നടക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, ചില സ്പീഷീസിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും എന്താണ്? പ്രകൃതിയിൽ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ നടക്കുന്നില്ല, ഒഴിവാക്കൽ നടക്കുന്നില്ല. ഇത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഏതൊരു ഉദാഹരണമാണ്? ഈ സുപ്പീരിയർ സ്പീഷീസ് ഗ്രാജുവലായിട്ട് മറ്റു സ്പീഷീസിനെ ഒഴിവാക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് Abingdon tortoise in Galapagos Islands. ഈ ഗാലപ്പോസ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഡാർവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ദ്വീപാണ്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ദ്വീപാണ്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ദ്വീപാണ് ഗാലപ്പഗോസ് ദ്വീപ്. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഇറ്റ് ഈസ് ദ ലിവിങ് ലബോറട്ടറി ഓഫ് ഇവല്യൂഷൻ എന്നാണ് ഈ ദ്വീപിനെ കുറിച്ച് പറഞ്ഞത്. എന്താ? ലിവിങ് ലബോറട്ടറി ഓഫ് ഇവല്യൂഷൻ. അപ്പോൾ ഈ ദ്വീപിൽ Abingdon tortoise became extinct. ഈ ആമകൾ, വിഭാഗത്തിൽപ്പെടുന്ന ആമകൾ എൻഡേഞ്ചേർഡ് ആയി വിത്തിൻ എ ഡിക്കേഡ്. എപ്പോഴാ? ആഫ്റ്റർ ഗോഡ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദിസ് ഐലൻഡ്സ്. ആടുകളുണ്ടല്ലോ, ആടുകളെ എന്ത് ചെയ്തു? അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ആടുകൾക്ക് എന്താണ്? ദേ ഹാവ് ഗ്രേറ്റർ ബ്രൗസിങ് എഫിഷ്യൻസി.
So goats were introduced on these islands due to the greater browsing efficiency of goats. Gradually, what happens? Abington tortoise became extinct. So another evidence is from competitive release. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ്, കുട്ടികൾ ഓർത്തിരിക്കുക, കോമ്പറ്റേറ്റീവ് റിലീസ്. എന്താണ് ഈ വാക്ക്? അതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് എന്താണ്? When one of the two species competing for the same resource disappears, എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്പീഷീസ് ഉണ്ട്, രണ്ടുപേരും ഒരേ റിസോഴ്സിന് വേണ്ടി മത്സരിക്കുന്നവരാണ്. ഒരാൾ ഡിസപ്പിയർ ചെയ്ത് പോയാൽ, അപ്രത്യക്ഷനായി തുടങ്ങിയാൽ, thereby allowing the remaining competitor to use the resource more fully than it could in the presence of first species. അതാണ് കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറയാം, സാവധാനം പറയാം, ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. When one of the two species competing for the same resource disappears, thereby allowing the remaining competitor to use the resource more fully than it could in the presence of first species. So that is what is known as കോമ്പറ്റേറ്റീവ് റിലീസ്. ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓർത്ത് നോക്കുക. കുറിച്ചിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിടുക. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പരമാവധി എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കണം. വായിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉറക്കെ വായിച്ച് പഠിക്കണം. മാക്സിമം ഒരുപാട് ഉറക്കെ വായിക്കണ്ട, എന്നാലും ഉറക്കെ വായിക്കണം. മുറികൾ അടച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. ജനലുകളും വാതിലുകളുമൊക്കെ എന്ത് ചെയ്യുക? തുറന്നിട്ട് പഠിക്കുന്നതിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വേണം പഠിക്കാൻ. 1 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം പഠിക്കരുത്. 1 മണിക്കൂർ നിങ്ങളിപ്പോൾ സപ്പോസ് ഇംഗ്ലീഷ് പഠിക്കുന്നു, 10 മുതൽ 11 വരെ. അവിടെ നിർത്തുക, ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, വിശ്രമിക്കുക, മുഖം കഴുകുകയോ ഒരിടത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യുക. അടുത്ത 1 മണിക്കൂർ പഠിക്കാൻ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും മലയാളം അല്ലെങ്കിൽ ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജ്, ഭാഷാ വിഷയങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും സയൻസ് വിഷയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്സ് വിഷയങ്ങളോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്നു, 1 മണിക്കൂർ പഠിക്കുന്നു, അത് കഴിഞ്ഞ് 15 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത മണിക്കൂർ പഠിക്കുന്നത് കെമിസ്ട്രി ആവരുത്. ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഭാഷാ വിഷയങ്ങളിലേക്ക് മടങ്ങി വരണം. അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, കം ബാക്ക്. ഇതിലേക്ക് മടങ്ങി വരിക. സോ ഇൻ ജനറൽ വി ക്യാൻ സീ herbivores and plants are more adversely affected by the competition than carnivores. അപ്പോൾ കാർണിവോഴ്സിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വഴി നാശം ഉണ്ടാകുന്നത്, ദോഷം ഉണ്ടാകുന്നത്, അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകുന്നത് ഹെർബിവോഴ്സിനും പ്ലാന്റ്സിനുമാണ്. വൺസ് അഗെയിൻ, ഇൻ ജനറൽ, പൊതുവായി പറഞ്ഞാൽ herbivores and plants are more adversely affected by the competition than carnivores.
than carbon. Then ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഗോസ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഗോസ്, GAUSE, ഗോസ്. എന്താണ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? പല പ്രാവശ്യം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിൾ ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, this principle says that two closely related species competing for the same resources cannot coexist indefinitely, and competitively inferior one will be eliminated gradually. ഒന്നുമില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല. രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ഒരേ വിഭവങ്ങൾക്ക് വേണ്ടി മത്സരിച്ചാൽ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. അങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ, സഹവസിക്കാൻ പറ്റില്ല. പിന്നെയോ ആ കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ, അതിൽ ശക്തി കുറഞ്ഞവൻ, ശേഷി കുറഞ്ഞവൻ, one will be eliminated gradually. ഇടോ എക്സ് ആൻഡ് വൈ രണ്ടുപേര് ഒരേ കാര്യത്തിന് വേണ്ടി മത്സരിക്കുന്നു. അവർക്ക് ഒരുപാട് നാൾ ഇതുപോലെ തുടർന്നു പോകാൻ പറ്റില്ല. അതിൽ ശക്തിയുള്ളവൻ മറ്റവനെ ഗ്രാജുവലായിട്ട് ഒഴിവാക്കും. വാട്ട് ഈസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ദിസ് പ്രിൻസിപ്പിൾ പുട്ട് ഫോർത്ത് ബൈ ഗോസ്, ആൻഡ് ഹി സേസ് ദാറ്റ്, he argued that, he opines that, he considered that two closely related species competing for the same resource cannot coexist indefinitely, and competitively inferior species or inferior one will be eliminated gradually. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ശരിയാണ് എപ്പോൾ? ദിസ് ഈസ് ട്രൂ ഓൺലി ഇഫ് ദ റിസോഴ്സസ് ആർ ലിമിറ്റിംഗ്. ഈ പ്രിൻസിപ്പിൾ ശരിയാണ് എങ്ങനെയാണെങ്കിൽ? റിസോഴ്സസ് ലിമിറ്റിംഗ് ആണെങ്കിൽ. ബട്ട് റീസെൻറ്റ് എവിഡൻസസ് ഡു നോട്ട് സപ്പോർട്ട് ദിസ് പ്രിൻസിപ്പിൾ ടു ആൻ എക്സ്റ്റെൻറ്റ്. റീസെൻറ്റ് സ്റ്റഡീസ്, അടുത്ത കാലത്ത് നടന്ന പ്രവർത്തനങ്ങൾ, പഠനങ്ങൾ പൂർണ്ണമായിട്ടും ഈ തത്വത്തെ, ഈ പ്രിൻസിപ്പിളിനെ ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, റിമെമ്പർ, സ്പീഷീസ് ഫേസിംഗ് കോമ്പറ്റീഷൻ should evolve mechanisms that promote coexistence rather than exclusion. അപ്പോൾ ഈ മത്സരത്തിൽ ഏർപ്പെടുന്ന സ്പീഷീസ് should evolve mechanisms that promotes coexistence rather than exclusion. Coexistence, സഹജീവനം, co-education, കേട്ടില്ലേ? കോഓപ്പറേറ്റീവ് ബാങ്ക്, കേട്ടില്ലേ? സഹകരണ സംഘം, കോഓപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം, കേട്ടില്ലേ? അപ്പോൾ ആ വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മൾ ഒന്നായി നിന്നാൽ മാത്രമേ ജീവിതത്തിന് പ്രസക്തിയുള്ളൂ. ഒരുമിച്ച് ജീവിക്കുക, സഹവസിക്കുക. ആ കുഞ്ഞുണ്ണി മാഷ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു ചെറിയ കവിത എഴുതി. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നൊന്നെങ്ങിനെ എഴുതാം, ഒന്നൊന്നെങ്ങിനെ എഴുതാം,
ഒന്നെങ്ങനെ എഴുതാം, ഒന്നെങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഒന്നായി നിന്നാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായി വന്നാൽ ഒന്നായി. അതാണ് സഹജീവനത്തിൻ്റെ പ്രസക്തി. കം ബാക്ക്. അപ്പോൾ റീസെൻ്റ് എവിഡൻസസ് ഈ ഗോസിൻ്റെ പ്രിൻസിപ്പിളിനെ പൂർണ്ണമായിട്ടും, ആ പ്രിൻസിപ്പിളിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നില്ല. പക്ഷേ എന്താണ്? റിമെമ്പർ, സ്പീഷീസ് ഫേസിംഗ് കോമ്പറ്റീഷൻ ഷുഡ് ഇവോൾവ് മെക്കാനിസംസ് ദാറ്റ് പ്രൊമോട്ട് വാട്ട്സ് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. ഒഴിവാക്കലല്ല, സഹജീവനമാണ്. പ്രകൃതി നാച്ചുറലായി സംഭവിക്കുന്ന കാര്യമാണ്. സോ ഫോർ എക്സാമ്പിൾ, one such mechanism is resource partitioning. Resource partitioning. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ്? പേടിക്കണ്ട, ഓർത്തിരുന്നാൽ മതി. റിസോഴ്സ് പാർട്ടീഷനിങ്. അപ്പോൾ species facing competition should evolve mechanisms that promotes coexistence rather than exclusion. For example, ആ പ്രവർത്തനത്തിന് ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് റിസോഴ്സ് പാർട്ടീഷനിങ്, വിഭവങ്ങൾ പങ്കുവയ്ക്കൽ. ദിസ് മീൻസ് if two species compete for the same resource, they may avoid competition by choosing, for example, different times for feeding or different foraging patterns. ഓക്കെ, അതായത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രവർത്തനമാണ്. മനുഷ്യരിത് കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. റിസോഴ്സ് പാർട്ടീഷനിങ്, പങ്കുവയ്ക്കൽ, ഉള്ളവന് ഇല്ലാത്തവർക്ക് കൊടുക്കുക, സഹായിക്കുക. ഇത് അതിൻ്റെ വേറൊരു തലമാണ്. ദിസ് മീൻസ് if two species compete for the same resource, suppose X and Y, രണ്ട് സ്പീഷീസ് competing for the same resource, ഒരേ വിഭവങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. they may avoid competition. അവിടെ അവർ മത്സരം അവോയ്ഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. എങ്ങനെ ഒഴിവാക്കുന്നു? by choosing, for example, different times for feeding. ഫീഡിങ്ങിൻ്റെ സമയം, പല സമയത്ത്, ഒരു സമയത്ത് ഒരാൾ, വേറൊരു സമയത്ത് ഒരാൾ, അങ്ങനെ സമയം ക്രമീകരിക്കുന്നു. പിന്നെയോ ഓർ ഡിഫറെൻറ്റ് ഫൊറേജിങ് പാറ്റേൺസ്. ഫൊറേജിങ് മീൻസ് ഹണ്ടിങ്, സെർച്ചിങ്, സ്കാവെഞ്ച്, അന്വേഷിക്കുക, ഈ കാട്ടുവിഭവങ്ങൾക്കായി തിരയുക. അതാണ് ഫൊറേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഫൊറേജിങ് പാറ്റേൺസ്, പലതരത്തിലുള്ള ഫൊറേജിങ് പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? റിസോഴ്സ് പാർട്ടീഷനിങ്. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിസോഴ്സ് പങ്കിടുന്ന, വിഭവങ്ങൾ പങ്കിടുന്നത്. ഇതിനു വേണ്ടിയാണ് ഫോർ പ്രൊമോട്ടിംഗ് കോ എക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷന് പകരം കോ എക്സിസ്റ്റൻസ് ആണ് നല്ലത്. അതിനുവേണ്ടി നടക്കുന്നൊരു പ്രധാനപ്പെട്ട മെക്കാനിസമാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. ഇത് പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, നാച്ചുറലായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നോർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും, പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ അധ്യാപകരുടെ സഹായത്തോടുകൂടി കണ്ടെത്തുക. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അധ്യാപകരുമായിട്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ഇത് വളരെ നിസ്സാരമായി, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അസൈൻമെൻ്റാണ് നൽകുവാനുള്ളത്. അത്
നിങ്ങളുടെ അധ്യാപകരുമായിട്ട് വിശദമായി ചർച്ച ചെയ്യുക. സയൻസ് ഡയറിയിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഒന്ന് ഓർത്തു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രവർത്തനമാണ് നൽകുന്നത്. 1. ഡിസ്കസ് കോമ്പറ്റീഷൻ ബ്രീഫ്ലി. അതിൻ്റെ ബി പാർട്ടാണ് observe your surroundings and find out maximum examples for competition. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.